നാച്ചുറൽ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് സത്താം അതുപോലെ അസനാർ പള്ളിക്കുളത്തിന്റെ ലോഫ്റ്റിലേക്കാണ്. ഇതുപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ. അതിൽ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അതും കൂടിയിട്ട് ഫില്ല് ചെയ്യാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇവരുടെ ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം ലോഫ്റ്റാണ്. നമ്മൾ ഈ മേലെ കൂടെ ഒരു ടവർ ഫ്ലാറ്റ് അതൊക്കെ കാണുന്നില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. സബ്സ്റ്റേഷന്റെ വയറുകൾ അത് ഒന്നല്ല, ഒരുപാട് വയറുകൾ ഇവരുടെ ലോഫ്റ്റിന്റെ തൊട്ട് മേലെ കൂടെ 1 2 3 4 5 6 7 ലൈനാണ് പോയിരിക്കുന്നത് ഇതില്. അതുപോലെ തന്നെ ഇവിടെ ഇറങ്ങുന്ന അവിടെ വലിയൊരു മാവുണ്ട് കേട്ടോ. ഈ മാവുണ്ട്, ഇതാണ് ആ ലൈന് മാവ്. ഈ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ കാണുന്നത്. ഈ ഒരു ആട വെച്ച സ്ഥലം നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പ്രാവിനെ പഴക്കാനുള്ളൊരു കൂടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ പ്രാവ് ഇറങ്ങണം. ഇത് ഇവരെങ്ങനെ ഇതിനെ ട്രെയിൻ ചെയ്തിട്ട് ഈ നൈറ്റ് സമയത്തൊക്കെ ഇറക്കണമെന്ന് താഴത്ത് ഇറങ്ങണം കേട്ടോ. പ്രാവ് ഈ ആടിലൊന്നും പ്രാവ് ഇരിക്കില്ല തോന്നുന്നുണ്ട്. താഴത്ത് പ്രാവ് ഇരിക്കണം. ഈ താഴത്ത് എങ്ങനെ ഇരുത്തണം എന്ന് നമുക്ക് ഇവരോട് കറക്റ്റായിട്ട് ചോദിക്കണം. സോ നമുക്ക് ഒന്ന് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് നിങ്ങളുടെ പ്രാവുകളുടെ വിശേഷങ്ങൾ നമുക്ക് പറയാനുള്ളത് വന്നിട്ട് കഴിഞ്ഞ സീസണിൽ മൂപ്പര് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ വർഷം ഒരു 16 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. 16 മണിക്കൂർ പറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിന് കുറച്ച് കൂടുതൽ നേരം ഈ വർഷം പറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ അറിഞ്ഞാണ് പ്രാവുകൾ ചില ആളുകൾ പറപ്പിച്ചിട്ട് അതിന്റെ കപ്പാസിറ്റി കഴിയുന്ന പ്രാവ് പറന്ന് ഇറങ്ങാറുണ്ട്. പക്ഷെ നിങ്ങൾ അത് ചെയ്യില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. അതെന്താണ് അതിന്റെ റീസൺ? എന്താണ് അതിന്റെ കാര്യം? ഇപ്പൊ നമ്മൾ കണ്ട ലൈംഗമ്പി അപ്പൊ പ്രാവിന്റെ ഫിറ്റ്നസ് കമ്മി ആവണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞാൽ ഈ പ്രാവ് പറക്കുമ്പോ ഈ ലൈംഗമ്പിന്റെ ഉള്ളിൽ കൂടെ വന്നാൽ തന്നെ നമുക്ക് മതി കൊണ്ട് നമ്മൾ ഇരുത്താണ് പ്രാവിനെ. അതിൽ അടി തട്ടിയ പ്രാവിന്റെ ചിറക് അടി തട്ടിയിട്ട് പ്രശ്നമാവും. അങ്ങനെ എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഒരുപാട് തവണ വന്നിട്ടുണ്ടോ? ഒരു തവണയോ? കുറെ തവണ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇതിന് കൂടുതൽ നേരം പറപ്പിക്കോ പ്രാവിനെ? ട്രെയിൻ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ ചിറ്റിക്കുമ്പോ മൊത്തം പ്രാവിനെ തുറന്നു വിടണം. പ്രാവിനെ ചിറ്റിക്കുന്നത് ഏകദേശം എത്ര കല്ലിക്കാണ് പറപ്പിക്കുക കുഞ്ഞുങ്ങളെ? മിനിമം ഇപ്പൊ കുഞ്ഞില് പറപ്പിക്കുമ്പോ ഈ ലൈംഗമ്പിയിലൊക്കെ ഇരുന്ന് അലിഞ്ഞ് തിരിഞ്ഞ് വരുന്ന കാരണം ബുദ്ധിമുട്ട് കൊണ്ട് കുറച്ച് ചിറക് മുറിച്ചിട്ട് കുറച്ച് വലിയ പ്രാവായിട്ടാണ് ഇപ്പൊ ചിറ്റി പറപ്പിക്കുന്നത്. അപ്പൊ മൊത്തം നിങ്ങളെ പ്രാവുകൾ തുറന്നു വിട്ടാണ് പറപ്പിക്കുന്നത്. അതെന്താ അതിന്റെ കാരണം? എന്താ തുറന്നു വിട്ട് പറപ്പിക്കുന്നത്? മെയിനായിട്ട് ഇതിനുള്ളിൽ കറക്റ്റായിട്ട് ഇറങ്ങണം പറഞ്ഞ പ്രാവ് കണ്ടിട്ട് തന്നെ ഇറങ്ങണം. അപ്പൊ ഇതെങ്ങനെ ഈ പ്രാവ് നമ്മൾ സാധാരണ പ്രാവ് ചില ആളുകൾ പ്രാവുകൾ പറപ്പിക്കുമ്പോൾ അവസാന സിഗ്നലാണ് പ്രാവുകളെ തുറന്നു വിട്ടിട്ട് പ്രാവിനെ ഇറക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി പ്രാവിനെ തുറന്നു വിട്ടിട്ട് പറപ്പിക്കും. പ്രാവിനെ എങ്ങനെ കവർ ചെയ്യാൻ പറ്റണം? ഇത് പ്രാവ് നമ്മൾ ഇങ്ങനെ ചിറ്റിക്കുമ്പോൾ 10 റൗണ്ട് അടിക്കുമ്പോൾ എല്ലാം ഇരുത്തും. അങ്ങനെ കുറച്ചായി പ്രാവുകൾ ഓരോതിലും 2 മണിക്കൂറാവും, അങ്ങനെ 3 മണിക്കൂറാവും. പിന്നെ അങ്ങനെ പറക്കാൻ തുടങ്ങി പിന്നെ പ്രാവ് വിട്ടിട്ട് അങ്ങനെ പ്രാവ് തുറന്നു വിടുന്നു. അങ്ങനെ തുറന്നിട്ട് പറപ്പിക്കും. അങ്ങനെയാണ് പറപ്പിക്കുന്നത്. ഇങ്ങനെ പറപ്പിക്കുന്ന ഒരു ടീം ചിലപ്പോൾ പാലക്കാട് ചിലപ്പോ പറപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലത്തെ ഒരു ട്രെയിനിങ് രീതി വ്യത്യാസമാണ് കേട്ടോ. അപ്പൊ ഇതാണ് അസനാർ അല്ലെ? നിങ്ങളെ അനിയനാണ്. ആളും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോ ആളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആള് യൂണിയനായിട്ട് വർക്ക് ചെയ്യാണ്. ഇത് വന്നിട്ട് നമ്മളെ ഇതിന്റെ വീൽ അലൈൻമെന്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ വർക്കാണ് ചെയ്യുന്നത്. രണ്ടുപേരും പാലക്കാടാണ്. അപ്പൊ രണ്ടുപേരും വർക്കിന് പോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഈ പ്രാവുകളെ പറപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഒരുപാട് കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടാണ് പറപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈംഗമ്പി ഇതുപോലെ മരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റൊരു ഇതിലാണ് ലൊക്കേഷനാണ് പ്രാവ് നിലത്തോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ അത് ഇവരുടെ ട്രെയിനിങ് രീതികൾ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ ട്രെയിനിങ് രീതികളെ കുറിച്ചിട്ട് ഈ ചെറിയ ചിക്സിനെ പറപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അഡാൾട്ടായിട്ട് നിങ്ങൾ മത്സരത്തിന് ഇറക്കുന്ന പ്രാവുകൾ കുറച്ച് വലിയ പ്രാവുകളായിരിക്കുമല്ലോ. അപ്പൊ അതിനെങ്ങനെയാണ് അതിന്റെ ട്രെയിനിങ് രീതികൾ? എങ്ങനെയാണ്? വലിയ പ്രാവുകളാണ് മിനിമം 7:30 നമ്മൾ ഇറക്കും. ആദ്യം വൈകുന്നേരം 7:30 ഇറക്കും. രാവിലെ വിട്ടിട്ട് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ അങ്ങനെ ഒരു 2 മണിക്ക് വിട്ടിട്ട് ഒരു 7:30 ഇറക്കി ശീലാക്കി എല്ലാം നൈറ്റിൽ കയറ്റിയിട്ട് വരുന്നത്. അത് ഈ 16 തന്നെ നിർത്തിക്കും നിങ്ങൾ? 16 മിനിമം 16 നമ്മൾ 8:30 ഇറക്കാണ് പ്രാവിനെ. 8-9 മണിനുള്ളിൽ ഇറക്കാണ് പ്രാവ്. ഈ പ്രാവ് മത്സരത്തിൽ നമ്മൾ കടിച്ചു പിടിച്ച് 2 മണിക്കൂർ കൂടെ പിടിച്ചു നിർത്തും. പോയാലും നമ്മള് 10:48 നമ്മുടെ ടോപ്പ് ടൈം ഉണ്ടായിരുന്നത്. 5 മണിക്കൂർ 48 മിനിറ്റാണ് നമ്മുടെ ടോപ്പ് ടൈം. അത് ഇക്കൊല്ലം നമ്മൾ തന്നെ നമ്മുടെ വർഷാവർഷം നമുക്ക് കൂടുതൽ പറപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അപ്പൊ അതിനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂട്ടിയിട്ട് ഇപ്പൊ 16:04 എത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് വലിയ ഈ സീസണിൽ 16:4 വെണ്ണക്കര PDPT വെണ്ണക്കര അൺലിമിറ്റഡ് ബേസ് ചെയ്തിട്ടുള്ള പന്തയത്തിലാണ് പറഞ്ഞത് പ്രാവ്. അതന്നെ ഭയങ്കര വലിയ സന്തോഷമായി നമുക്ക്. അത് പോരാത്തന്നെ പോയോലത്തിനെക്കാട്ടിയും വാസി കൂടുതലായിരുന്നു കൊല്ലം. നമുക്ക് ആ ഒരു മത്സരത്തിലേക്ക് പ്രാവ് നമ്മുടെ എന്താണെന്ന് അറിയില്ല, നമ്മുടെ പ്രാവുകൾ പറന്നു നമുക്ക് സഭകളിലേക്ക് വരുന്നില്ല. ഒരു 8-8:30 ആകുമ്പോൾ ആഴ്ച ഏരിയ പന്തയത്തിൽ തന്നെ നമ്മുടെ പ്രാവ് ഔട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റും കൊണ്ടൊക്കെയാണ് നമുക്ക് പറവ കിട്ടിയത്. നമ്മുടെ പ്രാവുകൾ ചിറക് കൊഴിച്ചിലൊക്കെ ആയതുകൊണ്ട് മെല്ലെയാണ് കയറി വന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പറവ നമുക്ക് ലാസ്റ്റും കൊണ്ട് കിട്ടി. കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ഏരിയ ടൂർണമെന്റിൽ ടോപ്പ് ടൈം നമ്മൾ തന്നെയായിരുന്നു. നമ്മൾ സാധാരണ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് പ്രാവുകളെ
നമ്മൾ സാധാരണ വലിച്ചു കൊടുക്കുന്ന സമയത്തിന് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാറ്. നമ്മളതില് നമ്മള് ഫസ്റ്റ് ഒരു 10 റൗണ്ട് അടിക്കും, പിന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ ഡെയിലി വന്നിട്ട് ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ പ്രാവിനെ പറപ്പിച്ച് പരിസരം ആദ്യം മനസ്സിലാക്കിപ്പിക്കുക. നമ്മുടെ പ്രാവുകൾ പറഞ്ഞാൽ ഓൾറെഡി മാമാന്റെ പ്രാവുകളാണ്, ഇബ്രാഹിം പേഴുങ്കറിന്റെ പ്രാവുകളാണ് ഉള്ളത്. അത് ഒരു വാശി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ല. അപ്പൊ ആ ഒരു വിശ്വാസമുള്ള പ്രാവുകളും പറവുള്ള പ്രാവുകളാണ്. അപ്പൊ നമ്മൾ ആദ്യം അതിനെ റാവൽ പോലെ കെയർ ചെയ്തിട്ട് അതിനെ നമ്മൾ കൂടുതലും ആ പറവയിലേക്ക് കൊണ്ടുവരികയാണ് പണി. നമ്മൾ വീഡിയോ എടുത്ത് വരുമ്പോ അടിപൊളി മഴയാണ്ട് പെയ്തു കേട്ടോ. അപ്പൊ പുള്ളിക്കാർ ഒരു 3-4 പ്രാവിനെ പറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നല്ല ഫ്ലൈയിങ് ആണ്. അപ്പൊ ഇവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെ അടച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിങ് രീതികളെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഈ മഴ അങ്ങോട്ട് പെയ്തത്. അപ്പൊ എന്താണ് പറയാനുള്ളത് ആസനാർക്കാൻ? എന്താ പറയുന്നത്, പാലക്കാട് പെട്ടെന്നുള്ള ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് മഴ, പെട്ടെന്ന് മഴ ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് ടഫ് ക്ലൈമറ്റ് ആണ് എന്തായാലും. ഇനി നമുക്ക് എന്താ കൂടുതൽ പറയാനുള്ളത്, നമ്മുടെ പ്രാവുകൾ തന്നെയാണ് കൂടുതൽ പറയാനുള്ളത്. അതുപോലെ നമുക്ക് പന്തയങ്ങള് എന്താണ് പറയാ, പറവകൾ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ ടൂർണമെന്റുകളിലൊക്കെ പ്രാവുകൾ പറന്നു. ഒരു 14-49 പറഞ്ഞുണ്ട്, ഒരു 16-4 പറഞ്ഞു 2024 49 3 മത്സരം ഒപ്പം വിട്ടിട്ടാ പറഞ്ഞത്. അൺലിമിറ്റഡ് തന്നെ പറഞ്ഞു. അതായത് ബ്രദേഴ്സ് ടൂർണമെന്റ് സേവ് പി ജി ഇപ്പൊ 2-3 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള പന്തയാണ് അല്ലേ? അതില് നമുക്ക് 10ാം പ്രൈസ് ഉണ്ട്. 250 കൂടുകൾ വിട്ട 250 കൂട് വിട്ടതില് 10ാം സ്ഥാനത്താണ്ടാ സേവ് പി ടൂർണമെന്റിൽ ഇവർ കിട്ടിയിരിക്കുന്നത്. അതേ സമയം എത്രയാണ്? 14-49. അത് ഒരു പ്രാവ് 2 പ്രാവ് പറഞ്ഞു? 2 പ്രാവാണ് പറഞ്ഞത്. പിന്നെ ഏതാണ് ടൂർണമെന്റ് കുട്ടി വിട്ടത്? പിന്നെ നമ്മള് ശിവം പഞ്ചിക്ക മെമ്മോറിയലിൽ നമ്മള് ഔട്ടായി. പിന്നെ വെണ്ണക്കര ഏല് നമുക്ക് അതില് ഏല് നിൽക്കുന്നുണ്ട്. ബ്രദേഴ്സിലും അതേ ടൈം, പിന്നെ സേവ് പിജിയിലും ഒരേ ടൈം. ബ്രദേഴ്സിൽ 8ാം സ്ഥാനം നമുക്ക് കിട്ടിയത്. 8ാം സ്ഥാനം ബ്രദേഴ്സിൽ. ആദ്യമായിട്ട് പന്തയം വിടുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഈ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും ചുറ്റും കൂടുകളാണ്. അപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന കൂട് വേറൊരു സ്ഥലത്താണ്. രാമേട്ടൻ പറഞ്ഞു, മൂപ്പര് മരിച്ചുപോയി, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുറ്റുമുള്ള എല്ലാവരും പ്രാവ് പിടിക്കും, നമ്മളും അവരുടെ പ്രാവും പിടിക്കും. സ്വാഭാവികം. മത്സര ദിവസവും ഇപ്പൊ നമ്മള് ഞായറാഴ്ച ദിവസം മത്സര ദിവസം നമ്മൾ ചിറ്റിറങ്ങിയ ഒരു കുഞ്ചിനെയാണ് കൊണ്ടേ വിടുന്നത്. അപ്പൊ പിടിച്ചാൽ തരും, ഇല്ല പ്രാവ് പിടിക്കില്ല എന്നുള്ള ലെവലില് കൊണ്ടേ നമ്മൾ അങ്ങനെയാണ് നമ്മൾ വിടാറ്. അപ്പൊ അന്നത്തെ ദിവസവും നമ്മുടെ പിടിക്കുന്ന ആൾക്കാർ രാത്രി ആയാലും ഇതായാലും നമ്മളങ്ങനെ ഇളക്കിയിട്ട് പ്രാവിനെ ഇരുത്താൻ ശ്രമിക്കുക. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ഒരു പ്രാവ് ഒരു 5 മണി, ഒരു 2:45 വരെ പറന്നു. പിറ്റത്തെ ആഴ്ച ഒരു 5 മണി വരെ പറന്നു. പിറ്റത്തെ ആഴ്ച ഒരു 5:30-6 മണി വരെ പറന്നു. പിറ്റത്തെ ആഴ്ചക്ക് ആ പ്രാവ് പന്തയടിച്ചു 7:05 ആയി. പിറ്റത്തെ ആഴ്ചക്ക് ആ പ്രാവ് 7:20 പിറ്റത്തെ ആഴ്ചക്ക് 7:30 അങ്ങനെ ഒരു 3 ഫസ്റ്റ് ആ പ്രാവ് വാങ്ങിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു സെലക്ഷൻ ടൈം ഉണ്ടല്ലോ ഈ വെട്ട് കാണിക്കാനുള്ള സമയം? നമ്മുടെ ഏരിയ ടൂർണമെന്റിൽ വന്നിട്ട് 6 മണിക്ക് ശേഷം സെലക്ഷൻ ടൈമാണ്. എന്താണ് ടൂർണമെന്റ് ബേസ് പോലെയാണ് നമ്മുടെ ഏരിയ അയച്ച പന്തയം. അത് കാരണം പ്രാവും വേറെ എവിടെയെങ്കിലും പിടിക്കാണ്ട് കറ്റായിട്ട് ഇറക്കിക്കാൻ അതൊരു ആ പ്രാവിന് ഒരു അളുമ്പില്ലാണ്ട് കിട്ടുന്നത്. കറ്റായിട്ട് ഇറങ്ങി കിട്ടിയ പ്രാവ് എവിടെയും മിസ്സാകാണ്ട് ഇറങ്ങും. അപ്പൊ അടുത്ത ഹോട്ടലിൽ നമുക്ക് കറ്റാവുന്നുള്ള അതൊരു എല്ലാവർക്കും ഒരു ഇതാണ്. അത് നല്ലൊരു ട്രെയിനിങ് ബേസ് ആണ് കേട്ടോ അവർ പറയുന്ന ഒരു കാര്യം. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആഴ്ച പന്തയം, ഏരിയ പന്തയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രാവിന് അൺലിമിറ്റഡ് വരെ പറക്കാം. എങ്ങനെയാ സാധാരണ നോർമലി വലിയ ടൂർണമെന്റ് ഒക്കെ അപേക്ഷിച്ചിട്ട് അതേ റൂൾ ആൻഡ് റെഗുലേഷൻ ആണ് ഈ പ്രാവുകളും പറക്കുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രാവ് ടൈം ആവാത്ത ചില പ്രാവുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കൂടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവര് ആ ഒരു 6 മണി അകത്ത് പ്രാവിനെ വെട്ടിട്ടിട്ട് ഇറക്കണാണ് പതിവ്. അപ്പോൾ സംഭവം ഓട്ടോമാറ്റിക് ആ കൂടുന്ന് ഔട്ടായി പോകും. പിന്നെ പിറ്റത്തെ ആഴ്ച വരുമ്പോൾ അതിനും കുറച്ച് സമയത്ത് വീണ്ടും വെട്ടിടും. 6 മണി കവർ ആയിട്ടില്ലെങ്കിൽ. അതിനുശേഷം പ്രാവുകൾ പറക്കുന്നത് 7 മണി 7:30 8 മണി. നമ്മുടെ പോയ വീഡിയോയിൽ തന്നെ ഇപ്പൊ അരുണാട്ടിൽ നമ്മുടെ വീഡിയോ എടുത്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ അതിൽ ഞാൻ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഒരു 30 മണിക്കൂർ എന്റെ മാമാന്റെ അവിടെ പറന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് പെട്ടെന്ന് അത് വോയിസിൽ പറഞ്ഞു കേട്ടോ അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട്, നീ എന്താണ്ടാ 30 മണിക്കൂറൊക്കെ നിന്റെ മാമാന്റെ പറഞ്ഞു എന്ന് പറഞ്ഞു, അപ്പൊ നീ തള്ളുകയാണില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് എല്ലടാ കാര്യടാ പറഞ്ഞു, പ്രാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ അങ്ങനെ അത് ആ വിഷയം വിട്ടു. അപ്പൊ പോയ പോലെ നമ്മള് പറപ്പിക്കുന്ന സമയത്ത് എന്താണ് പറയാ, ഇവര് നമ്മളാ 33 പറഞ്ഞ സമയത്ത് എല്ലാവരും ഒന്ന് കൈ തന്നു. നീ പറഞ്ഞത് അന്ന് സത്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞടാ അന്ന് പറഞ്ഞു എന്റെ ഒരു പ്രാവ് വാലെറുപ്പിൽ ഒരാണ് ഇതേമാതിരി ഉണ്ട്, മാമനോട് 25 മണിക്കൂർ പറഞ്ഞ ഒരു പ്രാവും കൂടി ഉണ്ട്, ഈ പ്രാവും പറഞ്ഞതാണ് 30 മണിക്കൂറിന് മേലെ പറഞ്ഞ പ്രാവാണ്. അപ്പോഴാണ് അവര് വിശ്വസിച്ചത്. ആ പ്രാവിന്റെ വീഡിയോസ് ഒന്നും അന്ന് കിട്ടിയില്ല. അന്ന് അരുണേട്ടന്റെ ആ വോയിസ് കിട്ടാതെ കൊണ്ട് അന്ന് ആ വീഡിയോ കിട്ടിയില്ല. നമ്മൾ പിന്നെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും കൂടി മറ്റുള്ളവർ വിചാരിക്കും നമ്മളത് മാമാനെ പറയാൻ വേണ്ടിയിട്ടാണ് എന്താണ് നമ്മളത് കൂടുതലും 25 പറഞ്ഞു 30 പറഞ്ഞു. അപ്പൊ നമ്മൾ അന്നത് പറഞ്ഞു. അപ്പൊ അത്
അരുണേട്ടൻ തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഉള്ളത് പറയാൻ പഠിക്കേണ്ട ആവശ്യം. അപ്പൊ 15 മണിക്കൂർ നമ്മൾ പ്രാവളൊക്കെ പറഞ്ഞു ഇത് 15 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്, ഇത് 16 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളൊക്കെ ഇതൊക്കെ പറയണൊക്കെ വെറുതെ അല്ലേ എന്ന് പറഞ്ഞു. നമ്മുടെ പ്രാവ് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞത്. ആ സമയത്ത് നമുക്ക് ഈ സ്ഥലം നല്ല ചെറിയ റിസ്ക് ആണ്. ഇതിപ്പോ നമ്മള് ഇത് എടുക്കാൻ വേണ്ടി വന്നപ്പോ തന്നെ ഏകദേശം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരിപ്പോ നമ്മളടുത്ത് ഇപ്പൊ ചാനലിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടാളും മേലെ കണ്ടു നോക്കിയിട്ടുണ്ട്. വെച്ചാൽ ഈ പ്രാവിനെ വിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫാൽക്കന് കാര്യങ്ങൾ ഈ പാലക്കാട് പൊതുവേ ഉള്ളതാണ് ഈ ഫാൽക്കൺ അറ്റാക്ക് ഒക്കെ. പിന്നെ ഒരുപാട് കൂടുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവര് എപ്പോ നോക്കി നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ആകാശത്തേക്കാണ് രണ്ടാളുടെയും കണ്ണ്. അതുപോലെ തന്നെ രണ്ടാള് വീഡിയോ എടുക്കുമ്പോ തന്നെ വന്നിട്ടുണ്ട്. ഇത് മക്കളാണ്? ഇത് എന്റെ മക്കളാണ്. ഇത് മൂത്താള് സ്റ്റേജിൽ മത്സരത്തിൽ പ്രൈസ് വാങ്ങുമ്പോൾ ഉണ്ടാവും. അപ്പൊ ക്യാമറയിൽ നോക്കിട്ട് ഒന്ന് പറയും, രണ്ടാളുടെ പേര് പറയൂ. ഷാഹിൽ. മോന്റെ പേര് പറയൂ ക്യാമറ നോക്കിട്ട്. അടുത്ത ഞങ്ങളാണ് പ്രാവിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാറ്. ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കും പറയും ട്രെയിനിങ് രീതികളൊക്കെ. അതാ ചിരിച്ചു. അയ്യോടാ. അപ്പൊ പ്രാവിനെ വിടുമ്പോ ചെറുതാണ്ട വരുന്ന പറയണത് അടിപൊളിയാണ്. അപ്പൊ എന്തായാലും അച്ഛന്റെ അതേ പാത തന്നെ പിന്തുടരാനുള്ള ചാൻസ് ഉണ്ട്. മക്കളിങ്ങനെ മേലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ എന്താണ് പിന്നെ അസ്നാരൊക്കെ പറയാനുള്ളത്? നമുക്ക് എന്താ പറയാ, പോയ വർഷം നമുക്ക് പറവ കുറച്ച് കമ്മിയായി. അപ്പൊ നമുക്ക് നമ്മുടെ വാശി വിട്ടിട്ടുണ്ടായിരുന്നില്ല. 15-48 പറപ്പിച്ചത് 16 മണിക്കൂറിന് മേലെ പറപ്പിക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ലാസ്റ്റും കൊണ്ട് എന്തായാലും പ്രാവള് പറന്നായിരുന്നു. നമുക്ക് ഭയങ്കര ഇതായി. പറവ പറക്കാണ്ടല്ല, എന്താ നമ്മുടെ സാഹചര്യം ഈ സീസണിൽ ഭയങ്കര എഫക്ട് എടുത്തു ഇപ്രാവശ്യം. എങ്കിൽ സിമ്പിൾ ആയിട്ട് പന്തയങ്ങളിൽ കയറി പോണത് പ്രാവള് അതനുസരിച്ച് പോകണം. കൊല്ലം ഭയങ്കര എഫക്ട് എടുത്തു പ്രാവളിൽ പറപ്പിക്കാൻ. പ്രാവള് പറവള് ഇരിക്കാണ്ട് ആ സമയങ്ങളിൽ ഇരിക്കാണ്ട് പോവുക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. മഴ, രാത്രി നല്ല മഴ. പിന്നെ ചുറ്റുള്ള ആൾക്കാർ കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എടുത്ത് നമുക്ക് പറയുന്നു വേണം. മറ്റുള്ളവർ നമുക്ക് സപ്പോർട്ട് ഇപ്രാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്ന ലെഫറിമാരും നമുക്ക് സഹകരണം ഉണ്ടായിരുന്നു. നല്ല സഹകരണമായിരുന്നു. പ്രാവള് നമ്മൾ പോണില്ല, കൂടുതലായിട്ടും പോണില്ല. അല്ല വേറെ ആരും ഇല്ല ചുറ്റും. വേറെ ആരും നമ്മളെ ശല്യപ്പെടുത്താനും പുറമെന്നുള്ള പ്രാവ് വരാനോ ആരും ഇല്ല. നമ്മുടെ 2 പ്രാവ് മാത്രമേ ഉള്ളൂ പറക്കാൻ. അന്ന് ദിവസം പ്രാവ് കറ്റായി അന്ന് പറന്നു തന്നു. 2 പ്രാവാണ് പറന്നത്. അത് കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു 16-4 പറക്കാനുള്ള കിട്ടി. അടുത്ത സീസണിൽ നമുക്ക് ഇതിലും മെച്ചപ്പെടുത്താൻ പറ്റണം. ഏകദേശം എത്ര ടൂർണമെന്റ് പാലക്കാട് ബേസ് ചെയ്തിട്ട് ചേർന്നിട്ടുണ്ട് നിങ്ങൾ? നമ്മള് ഇവിടുത്തെ കൂടുതലും ഏരിയ ടൂർണമെന്റ് ആണ്. നമ്മള് അത് അൺലിമിറ്റഡ് ആയിട്ട് വരുന്നത്. അതാണ് നമ്മൾ ടൂർണമെന്റ്. ഏത് 10 ആഴ്ച ഒരു കമ്മിറ്റി 10 ആഴ്ച നീണ്ടുപോണ ഒരു പന്തയമാണ് ഏരിയ ടൂർണമെന്റ്. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ നമ്മുടെ ഈ ഒരു സ്ഥലമായതുകൊണ്ട് കൂടുതൽ പന്തയങ്ങൾ ചേർന്ന് ഇതൊക്കെ ഏരിയ പന്തയത്തിന്റെ സമയങ്ങളിലേക്കും വരുന്നുണ്ട്. നമുക്ക് അത് മിസ്സാവും, ഇത് മിസ്സാവും. അപ്പൊ എത്രത്തോളം നമ്മള് ഒരു 5 മത്സരം ടൂർണമെന്റ് ചെയ്യുന്ന ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെ അത് ഏതൊക്കെയാന്ന് ഓർത്തെടുക്കാൻ പറ്റും? ഒന്ന് സേവ് PG, പിന്നെ നമ്മള് PDPT വണ്ണക്കരന്റെ A യും B യും, പിന്നെ നമ്മൾ ബ്രദേഴ്സ്, പിന്നെ പഞ്ചിക്കൻ. അതിലാണ് നമ്മൾ ഒന്ന് ഔട്ടായി. ശിവം പഞ്ചിക്കാൻ അത് നമ്മള് അന്നത്തെ ദിവസം നല്ല വെയിലായിരുന്നു. കൂടുള്ള ഒരു പ്രാവ് വേറെ മാറിയിരുന്നു. അതിൽ മാത്രം ബാക്കിയുള്ളതിനെ നേരത്തെ മുന്നേ പറഞ്ഞ സമയം വന്നിട്ടുള്ളതല്ലേ. പിന്നെ ഇവിടുത്തെ നിങ്ങളെ ഈ സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളുടെ? അവിടെ തൊട്ടൊരു കൂടുതൽ സാക്കിറുണ്ട്. കറണ്ടൊക്കെ പോയിട്ട് വീട്ടിന് മുകളിൽ കറണ്ട് നല്ല സാധനം ഉണ്ടായിരുന്നു. അപ്പൊ സാക്കിർ മച്ചാനെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ബിഗ് സല്യൂട്ട് ഇട്ടാ. പിന്നെ ആരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? പിന്നെ കുറച്ച് അപ്പുറത്ത് ഇതവന്റെ ഭാര്യന്റെ ഏട്ടനാണ്, അവനുണ്ട്. അവരും പ്രാവിന്റെ ആൾ തന്നെയാണ്. വൈഫിന്റെ ജ്യേഷ്ഠൻ, സ്വന്തം ജ്യേഷ്ഠൻ, അനിയത്തി മക്കൾ അങ്ങനെ. അപ്പൊ നിങ്ങളും മുഖാന്തരാണ് അവര് പ്രാവിലിക്കുന്നത്? അതാ അവര് ഇവര് ഏട്ടന് ഇവരുള്ള സമയത്തൊക്കെ അവരൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. അവരോട് ഓൾറെഡി പ്രാവിലുള്ള ആൾക്കാരാണ്. അത് ഇവിടെ അടുത്ത് തന്നെയാണ് ചുറ്റും. അത് അവരുടെ പേരെന്താ? അളിയനല്ലേ? ആഷിം. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ രതീഷ് ഉണ്ട്. അവൻ കുറച്ച് അപ്പുറത്താണ്. അവൻ വരും മത്സര ദിവസം പ്രാവിനെ കാണിച്ചു തരാനൊക്കെ അവൻ വരും. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യണം. മത്സര ദിവസം ഒരു വൈകിട്ട് നമുക്ക് ടൈമൊക്കെ വൈകിട്ട് തരുമല്ലോ. ടൈം തരുമ്പോ ഇസ്മായിലിക്ക, നൗഷാദ് ഇവരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ മെയിനായിട്ട് കുറച്ച് ആൾക്കാർ സപ്പോർട്ട് മെയിനായിട്ട് വേണം. സപ്പോർട്ട് സാധാരണമാണ്. നമ്മൾ എന്തായാലും നമ്മളൊരു 12 മണിക്കൂർ പ്രാവളിനെ പറപ്പിക്കാൻ പറ്റും. അതിന് മേലേക്ക് പറപ്പിക്കണം പറഞ്ഞാൽ ചുറ്റുള്ള കൂടുതൽ സഹകരിക്കണം. നമ്മുടെ ഈ ഒരു സ്പേസ് ആയതുകൊണ്ട് ഇത് കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും പ്രാവള് ജോഡി പിടിക്കുക ചെയ്തതിനെ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ സമയത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ശരിയാണ്. ഇവിടെ പിന്നെ എത്ര 10 മിനിറ്റ് ആണോ? സാധാരണ നമ്മുടെ റൂൾസ് 20 മിനിറ്റ് ആണ്. നമ്മൾ പിന്നെ പ്രാവിന്റെ വാലിൽ റിഫ്ലക്ടർ ഒക്കെ ഒട്ടിക്കും. നമ്മുടെ പ്രാവ് കൺഫേം ആക്കാൻ ലഫർമാർക്ക് നമ്മൾ പ്രാവ് കാണിച്ചത് മാറി പറയാൻ പറ്റില്ല. അപ്പൊ ഡൗട്ട് വാലില് ടോർച്ചും കൂടെ അടിച്ചാൽ റിഫ്ലക്ടർ പ്രാവിന്
ഇപ്പൊ മച്ചാമാരെ നമ്മൾ മറ്റുള്ള ടൂർണമെന്റ് ഏകദേശം നമ്മൾ കോഴിക്കോട് മലപ്പുറത്തൊക്കെ കാണുന്നത് ഏകദേശം പ്രാവ് ഇരിക്കുന്നത് വീട്ടിലിരുന്നിട്ടില്ലെങ്കിലും ഏകദേശം ഒരു മീറ്റർ കണക്കാണ്, ഈ 80 മീറ്റർ 60 മീറ്റർ അങ്ങനത്തെ ഒരു മീറ്റർ കണക്കാണ്. പക്ഷെ നേരിട്ട് പാലക്കാട് വരുമ്പോൾ അപ്പൊ അത് 2 സ്പോട്ടാണ് പ്രാവ് ഇരിക്കേണ്ട സ്ഥലം. അതിന് എന്തെങ്കിലും മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പ്രാവ് ഔട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് ആ പ്രാവ് അവിടെ തന്നെ ഇവർ പറഞ്ഞ ഏതെങ്കിലും 2 സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുന്നാലാണ് ഈ പ്രാവ് വിന്നറായിട്ട് പ്രഖ്യാപിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ നേരത്തെ കാണിച്ച ഈ ലൈനും ഇതൊക്കെ താണ്ടിയിട്ടാണ് ഇവരുടെ പ്രാവുകൾ ചെറിയ നേരത്തെ കാണിച്ചാണ് ഇങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പൊ നല്ല പറവ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനേഴ്സിനെ അംഗീകരിക്കുക തന്നെ വേണം. അല്ലാതെ ഈ ആളുകൾ ഈ കണ്ണ് നോക്കിയിട്ട് ഇത് ഇത്ര പറക്കും അത്ര പറക്കും അങ്ങനെയൊന്നുമില്ല. എല്ലാ കണ്ണിലും പ്രാവുകൾ പറക്കുന്നുണ്ട്. നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേർഡും അതുപോലെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും ക്വാളിറ്റി ആയിട്ടുള്ള ബേർഡ് തന്നെയാണുള്ളത്. മാമാന്റെ അവിടെ ഏതൊക്കെ പറഞ്ഞു കംപ്ലീറ്റ് കളക്ഷൻ ഇവിടെ ഉണ്ട്. അവിടുത്തെ എല്ലാ സെറ്റിന്റെ ചെറിയ ജോഡി. അപ്പൊ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അധികം സമയം എടുക്കുമോ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ? ചിലപ്പോ കുഞ്ഞിൽ തന്നെ എനിക്ക് ഒറ്റ പോക്കായിരിക്കും, ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോ പ്രാവ് തിരിച്ചു വരും. വരുമ്പോ ഇതിലൊക്കെ ഇരുന്നിട്ടേ വരുള്ളൂ. അതിൽ നിന്ന് നമ്മൾ വിട്ട് നമ്മൾ മാറ്റിയാണ്. അപ്പൊ ഏകദേശം ഒരു പ്രാവ് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറക്കണമെങ്കിൽ ഏകദേശം എത്ര ദിവസം കവർ ആക്കേണ്ടി വരും നിങ്ങൾക്ക്? മെല്ലെ നമ്മള് പെട്ടെന്ന് പിക്കപ്പ് ആവില്ല പ്രാവുകൾ. അല്ല, അവിടുത്തെ ലൈനേജ് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ വ്യൂവേഴ്സിന് അറിയാനാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബേർഡിന് എന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പ്രത്യേകത ഉണ്ടാവുക വെച്ചാൽ ബ്ലഡ് ലൈനിൽ എന്തെങ്കിലും വേഗതയിൽ വരാൻ കുറച്ച് സമയം എടുക്കും, ഒരു 2-3 സമയം എടുക്കും. വേഗതയിൽ വേഗതയിൽ വന്നാൽ പിന്നെ നമ്മള് പ്രാവ് കൂടി തുറന്നുകൊണ്ടൊന്നും കാര്യമില്ല. അവര് തന്നെ ഇരിക്കണം. അവരുടെ പറവ മതിയാവുന്ന അപ്പോഴേ ഇരിക്കത്തുള്ളൂ അല്ലെ? ഇപ്പൊ സദ്ദാമക്ക അസനാർക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ചില കൂടുകളിൽ നമ്മളൊരു 15-16 മണിക്കൂറൊക്കെ അവർ പറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു സീസണിലേക്ക് ഉണ്ടാവുള്ളൂ, പിന്നത്തെ സീസണിൽ അത് കാണില്ല. പക്ഷെ അതേ സ്ഥാനത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ 14, 15, 16 ആ റേഞ്ച് നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ട്രെയിനിങ് രീതികളും ഇതിന്റെ തീറ്റയുടെ കാര്യങ്ങളും അതിന്റെ എങ്ങനെയാണ് അത് നമുക്കൊന്ന് പറഞ്ഞു തരും? അതിന് കൂടുതലായിട്ട് സീക്രറ്റ് ഒന്നുമില്ല. നമ്മുടെ ആത്മവിശ്വാസം തന്നെയാണ്. നമ്മുടെയുള്ള പ്രാവ് പറക്കും. അവിടുത്തെ ലൈനേജ് ആയതുകൊണ്ട് അത് ഇത്ര പറക്കും എന്നുള്ളത് നമ്മുടെ വിശ്വാസം കൂടുതലാണ്. ഈ നമ്മളിപ്പോ ഒരു പ്രാവ് പറക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് എത്ര പറക്കും എന്നുള്ളതും നമുക്കറിയാം. കൂടുതൽ ഇപ്പൊ ഒരു കമന്റ് നമ്മൾ പോയതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കൂടുതലായിട്ടുള്ള ഫുഡിന്റെ സീക്രറ്റ് ഒന്നുമില്ല. നമ്മുടെ ട്രെയിനിങ് നമ്മുടെ ആത്മവിശ്വാസം തന്നെയാണ്. അതിൽ തന്നെയാണ് പ്രാവ് പറക്കണതും. നമ്മൾക്കിവിടെ 8:30 പ്രാവിനെ ഇരുത്തി കൂട്ടിലാക്കിയിട്ട് പോകണം. അത് പോയ വീടിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പ്രാവായിട്ട് പ്രാവിന്റെ രീതിക്ക് പറക്കുക, നമ്മൾ അതിന്റെ രീതിക്ക് ചെറുതായിട്ടുള്ള ബദാമ്പും കാര്യങ്ങളും എന്താ ട്രെയിനിങ് ഫുഡ് എങ്ങനെയാണ്? നമ്മളിവിടെ പ്രാവിനെ എന്താണ് പറയാ ടയർഡ് ആക്കുന്ന പരിപാടിയില്ല. പരിപാടിയില്ല. ഇവിടെ 10-13 മണിക്കൂർ പറന്നാലും നമ്മൾ തുറന്നുവിട്ടിട്ട് പ്രാവിനിരിക്കും. പിന്നീടുള്ള മത്സര ദിവസങ്ങളിൽ അത്രയും പറക്കണച്ച 1 മണിക്കൂർ പറന്നോട്ടെ. എന്നാലും പ്രാവ് ഒരു സ്റ്റാൻഡിങ് ലെവലിലേക്ക് വന്ന ഈ കമ്മിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് പ്രാവിന് ഇരുത്താറാ പതിവ്. വേറെ ഇതിൽ ഒരു സീക്രറ്റും ഇല്ല. വേറെ എക്സ്ട്രാ ഫുഡുകളോ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് പറപ്പിക്കണം എന്നുള്ള ലക്ഷ്യമുണ്ട്. ഓരോ ദിവസം ഓരോ വർഷത്തിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് ആണ്. 15 ഉറപ്പിച്ചിട്ട് ഇക്കൊല്ലം 16 ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കൊല്ലം 17 ഉറപ്പിക്കണം എന്നുള്ള ഒരു വാശി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. സമയം കൂടാനുള്ള മാറാൻ കുറച്ച് ചാൻസ് ഉണ്ട്. പനിയും വീട് കെട്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ വേറൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞ പ്രാവുകൾ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ട്രെയിൻ ചെയ്യാൻ വേറെ കുഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളെ പ്രാവുകൾ മത്സരത്തിന് വിടുന്ന പ്രാവുകൾ ഏകദേശം എത്ര ചിക്സിലാണോ അതോ വലിയ പ്രാവ് നമ്മള് കുഞ്ഞില് പറപ്പിച്ചിറക്കി അതിന് ഏകദേശം നമ്മുടെ ഒരു പ്രാവ് ഒരു സീസണിൽ ഇറങ്ങില്ല, രാത്രി ഇറങ്ങി തരില്ല. മറ്റുള്ളവന്റെ പ്രതിലും ഇതിന്റെ ഒരു സിസ്റ്റത്തിൽ ഇറങ്ങാൻ കിട്ടാണ്ട് പ്രാവ് പോകും. ഒരു സീസൺ 2 സീസണൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ പ്രാവ് ഇറങ്ങി തരിക. ഇരുട്ടത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരിയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റിംഗ് തന്നെയാണ്. ഈ പ്രാവ് ഇരിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഈ കുഞ്ഞു പ്രാവുകൾ അല്ല വലിയ പ്രാവ് 2 സീസൺ 3 സീസൺ ആവും. അതിനാണ് മത്സരത്തിൽ ഇറക്കുന്നത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും പറഞ്ഞാൽ ആടിയാണ് ബദാമ്പ് അങ്ങനത്തെ നമ്മൾ അതൊക്കെ തന്നെയാണ്. കണക്കൊന്നുമില്ല. നമ്മള് സാധാരണ ഒരു 3-4 കൊടുക്കും. ഈ പറന്നിറങ്ങി 10 മണിന്റെ ഉള്ളിൽ പ്രാവ് കൂടെ അടച്ചിട്ട് നമുക്ക് പോകണം. കാര്യങ്ങൾ നോക്കി നമുക്ക് പോകണം. വേറെ പരിപാടിയല്ല. മത്സര ദിവസം 1 മണിക്കൂർ കൂടുതൽ കിട്ടിയ അത്രയും അല്ലെങ്കിൽ. പക്ഷെ നമ്മളൊരു ഇതിൽ എല്ലാവരും ഈ പറവത്തീറ്റയുടെ കാര്യം പറയുമ്പോൾ അസാൾട്ടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇത്ര ഇങ്ങനെ കൊടുക്കും. പക്ഷെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കണക്കും ക്വാണ്ടിറ്റിയും പറയില്ല. അത് ഓരോ പ്രാവുകളെ അനുസരിച്ചിട്ടാണെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. നിങ്ങളെ അത് നമ്മൾ ട്രെയിനിങ് രീതിക്ക് ഒരാൾക്കാരുടെ കയ്യിൽ നമ്മൾ ഓട്ടുന്ന പ്രാവുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ്. നമ്മുടെ ഇവിടെ നില ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് പ്രാവുകൾ ചളിയാവും. പോരാതെ നല്ല മഴയായിരിക്കും.
ഇതില് മഴ തന്നെ രാത്രി പ്രാവിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ പ്രാവിന് വിടുമ്പോഴേ മഴ തന്നെ തുറന്നു വിടണം. ഇല്ലാത്തതിനെ കൊണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള കുറവുകളുണ്ട്. നമുക്ക് ഇത്രയും മെച്ചപ്പെട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ ഇത്രയും മെച്ചപ്പെട്ടിട്ട് നമുക്ക് പറപ്പിക്കാൻ പറ്റുന്ന തന്നെയാണ് നമ്മുടെ വിജയം. വേറെ അതിൽ കൂടുതൽ സീക്രട്ട് ഇല്ല. അത് മാമ തന്നിട്ടുള്ള നിങ്ങൾ ക്യാമറ നോക്കിയിട്ട് മാമാടെ എന്താ പറയാനുള്ളത്? മാമാനത്ത് എന്താ പറയാ, നമ്മള് ക്യാമറ നോക്കിയിട്ട് എന്താ പറയണം മാമാട്? അത് എന്താ പറയാനുള്ളത് മാമ പ്രാവ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. മാമാടുത്ത് ഒന്നും പറയാനില്ലാട്ടോ ഇവര് പറയണത്. ഈ വീഡിയോ കാണുമെങ്കിൽ മാമ ഇവര് രണ്ടാളും നോട്ട് ചെയ്തോ നിങ്ങള്. അപ്പൊ നമുക്ക് പറയാനില്ല. ഇപ്പൊ ഇപ്രാവശ്യം നമ്മുടെ മാമാന്റെ 33 മണിക്കൂർ പറഞ്ഞു. അത് നമ്മൾ പോയ വർഷം തന്നെ അതിന്റെ അപ്ഡേറ്റ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. അത് കൂടുതൽ ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞാൽ അത് കൂടുതൽ ഇതാവും. നമ്മൾ പാലക്കാട് 25-27 പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ടൈമുകളൊക്കെ താണ്ടണം എന്നുള്ള ലെവല് അന്ന് മുതലേ ശ്രമിക്കുകയായിരുന്നു. അപ്പൊ മറ്റുള്ളവര് നമ്മൾ 27 പറഞ്ഞപ്പോഴും മറ്റുള്ളവര് പാലക്കാടിന് വേറൊരു സമയം വരാനില്ല. അതേപോലെ കല്യാണത്തെ ഒരു സമയം പറഞ്ഞ 2 സംതിങ് പറഞ്ഞപ്പോ ഇനിയൊരു വേറൊരു സമയം വരാനില്ല. അതാണ് പറഞ്ഞിരുന്നത്. 27 പറഞ്ഞ ആൾക്കാരും വേറൊരു സമയം ഇനി വരാനില്ല. ഇനി വരാൻ ആരുമില്ല. ഈ ഒരു സമയം താണ്ടിട്ടാണ് ഇനി അവരെ പ്രാവ് പറപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാര്. അപ്പൊ ഈ 33 പറഞ്ഞപ്പോ അവരും പറഞ്ഞു ഇനി ഞങ്ങൾ 40 മണിക്കൂർ പറക്കും. അത് നിങ്ങൾ ആദ്യം 14 പിന്നെ 15 പിന്നെ 16 വരെ എത്തിയിരുന്നില്ല. അവിടെ സ്റ്റെപ്പ് ഓരോ വർഷം ഏണിയിൽ കയറുന്ന പോലെ കയറി നിൽക്കുന്നത്. ഏകദേശം ഒരു 3-4 സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ട് 2018 ആദ്യമായിട്ട് മത്സരം പെടുന്നത്. അന്ന് പ്രൈസ് എനിക്ക് 5ാം സ്ഥാനം ഉണ്ട്. ഏരിയ ടൂർണമെന്റിലാണോ? അല്ല, വെണ്ണക്കര ടൂർണമെന്റ് ആദ്യമായിട്ട് വിട്ടിട്ട് 5ാം സ്ഥാനം അല്ലേ? അവിടുന്ന് ഇപ്പൊ 2024 വരെയും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അതൊക്കെ സമയം കമ്മിയായിട്ടില്ല, കൂടിയിട്ടുള്ളൂ. നമുക്ക് എന്താന്ന് പറഞ്ഞാ ഇതിൽ കൂടുതൽ പറയാനുള്ളത്, ഇപ്പൊ നമ്മള് എന്താണ് പറയാ, മാമാന്റെ ഒപ്പം 33 മണിക്കൂർ മാമാന്റെ പ്രാവ് പറഞ്ഞപ്പോ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് നമ്മള് കപ്പ് വാങ്ങാനൊക്കെ പോയി. അപ്പൊ മറ്റുള്ളവര് നമ്മളെ കാണുമ്പോ എന്താണ്ടാ നീ എവിടെ സ്റ്റേജില് മാമാന്റെ ഒപ്പം കപ്പ് വാങ്ങാനും അങ്ങനെയൊക്കെ കേറുന്നത്. അപ്പൊ നമ്മൾ ഇതേമാതിരി കേറിയിട്ടാണ് നമ്മൾ അതിലേക്ക് പോണം. നമുക്ക് കേറുമ്പോഴാണ് അതിന് ഓട്ടോമാറ്റിക് നമുക്ക് ആകുക. ഈ പ്രൈസ് നമുക്ക് വാങ്ങാൻ നാളെ ഒരു സന്ദർഭം വേണം. അത് ശരി. പ്രാവ് പറപ്പിക്കാതെ പ്രൈസ് മേടിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു വാശിയാണ്. വാശി എന്ന് പറയുകയാണെങ്കിൽ അത് അന്നും ആദ്യം മാമാന്റെ ഒപ്പം സ്റ്റേജിൽ കയറി പോയത് കൊണ്ടാണ് ഇപ്പൊ നമ്മള് 4-5 വർഷമായിട്ട് നമ്മളും പ്രൈസ് വാങ്ങിച്ച് വലുതല്ലെങ്കിലും സെക്കൻഡാ തേർഡാ അതായിട്ടും 10ന്റെ ഉള്ളിൽ നമ്മൾ പ്രൈസ് വാങ്ങി. അപ്പൊ ഇപ്പോഴും 33 മണിക്കൂർ മാമാന്റെ പറഞ്ഞപ്പോഴും നമ്മൾ സ്റ്റേജിൽ നിന്ന് പോയി വാങ്ങുന്നുണ്ട്. ഇപ്പൊ നമുക്കപ്പൊ എന്താണ്, അപ്പൊ നാളെ ഈ സ്റ്റേജിൽ കയറി വാങ്ങണത് നാളെ നമുക്ക് ഒരു പ്രചോദനമായി. നമുക്ക് നാളെയും ഇതേമാതിരി സ്റ്റേജിൽ കയറാനുള്ള ഒരു അവസരം ഭാഗ്യമൊക്കെ കിട്ടാനുള്ളത് കൊണ്ടും നമ്മൾ കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ മലബാർ ഏരിയകളിലൊക്കെ 13 മണിക്കൂർ ടൂർണമെന്റ് ഒക്കെയാണ് ഉണ്ടായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഈ 14 മണിക്കൂറൊക്കെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 10ാം സ്ഥാനമാണ് ഇവർക്ക് ആ ഒരു സമയത്ത് മേടിച്ചിട്ടുള്ളത്. നല്ലൊരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇവർ പറഞ്ഞല്ലോ സ്റ്റേജിലൊക്കെ മാമാടെ കൂടെ. മാമ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം പേഴുങ്കര അല്ലെ, ഇബ്രാഹിം പേഴുങ്കര. അപ്പൊ ആളെ കൂടെ പോയപ്പോഴാണ് ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചില്ല. ആളുകൾ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെ ചെവിയിൽ എത്തിക്കൊണ്ടാണ് നമുക്ക് പറഞ്ഞത്. പറഞ്ഞതൊക്കെ മാമേനാണ്. ഇതിന് ഈ ഇത്ര ട്രെയിനിങ്ങിന്റെ അതൊക്കെ മാമേനാണ്. ഒരു ഗുരുസ്ഥാനം, ഗുരു തന്നെയാണ്. നമുക്ക് കൂടുതലും എല്ലാവരുടെയും കണ്ടിട്ട് നമ്മളിപ്പോ മാമാന്റെ പ്രാവ് രാത്രി പറക്കുന്നുണ്ടിട്ടാണ് തന്നെയാണ് നമുക്കും പറവ വന്നത്. അപ്പൊ അവന്റെ പ്രാവുകൾ കൊണ്ടുവന്നിട്ട് തന്നെ നമുക്ക് പറവ. ഇപ്പൊ എന്താണ് പറയാ, പ്രാവുകൾക്ക് നമ്മൾ വേറെ എവിടെയും പോകാറില്ല. മാമാന്റെ മയത്തിന് നമുക്ക് ആവശ്യമുള്ള ബ്രീഡായി. നമുക്ക് ഇനി മാമാനോട് കൊണ്ടുവന്ന പ്രാവിനെ വലിയ പ്രാവാക്കി നിർത്തിയിട്ട് അത് മാമാന്റെ എല്ലാ മത്സരമിട്ട പ്രാവുകൾ തന്നെ. മത്സരമിട്ട പ്രാവുകളാണ്. ഒരു പറക്കാത്ത പ്രാവുകളെ കൂട്ടില്ല. വീട്ടുകാർക്ക് എങ്ങനെ സപ്പോർട്ട് ഉണ്ടാവും? വീട്ടുകാര് നമ്മുടെ സപ്പോർട്ട് തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഫാഷൻ ഇതാണെന്ന് അവര് മനസ്സിലാക്കി. പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ പിന്നെ അതന്നെയാണ് അതിന്റെ ഇത്. അപ്പൊ നിങ്ങൾ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് ഏകദേശം എത്ര വർഷം? 10-14 15 വർഷത്തിന് മേലെ. 10ാം ക്ലാസ് എന്നിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ അപ്പൊ അനിയനെ വന്നത് നമ്മളൊരു സാധാരണ ഒരു കൂട്ടുകാരൻ ഒരു കൂട് അടിച്ചു കൊടുക്കാൻ പോയതാണ്. അങ്ങനെ മുയൽ കൂട് പോലെ അടിച്ചു. ഒരുപാട് കഥകളുണ്ട് ഫീൽഡില്. നല്ല പറഞ്ഞു വന്നങ്ങനെ നീണ്ടു. പ്രാവിന്റെ വിശേഷങ്ങളും കാണാം. അപ്പൊ 2024 സീസണിൽ ഇവർക്ക് പ്രാവിനെ പറപ്പിച്ച് വിന്നിങ് ചെയ്തിട്ടുള്ള ട്രോഫിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിപ്പോ എന്താണ് സ്പോൺസറാണ്. പാലക്കാട് പിരിയാരി PGN സൗഹൃദ കൂട്ടായ്മ 2024 സീസണിൽ ഇവർക്ക് ടോപ്പ് ടൈമിന് സമ്മാനിച്ച ട്രോഫി ആട്ടെ ഈ കാണുന്നത്. നമ്മളെ അസ്നാർ പള്ളിക്കുളത്തിന്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ട്രോഫി ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് സമയം വന്നിട്ട് 8:44 13 മണിക്കൂറും 44 മിനിറ്റിന്റെ ആണ്. ഇതും സ്പോൺസർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ടൈമിന് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് കമ്മിറ്റിന്റെ വക. ഇത് സ്പോൺസർ വന്നിട്ട് വിഷ്ണു പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ്.
അവൻ വർഷം തരുന്നതാണ്, പ്രാവശ്യം നമുക്ക് തന്നാണ്. ഇത് വിഷ്ണു എന്ന് പറഞ്ഞ ആള് ഇത് കമ്മിറ്റി തന്നാണ്. അതുപോലെ മോന്റെ കയ്യിലുള്ളത് PDPT പാലക്കാട് ഡിസ്ട്രിക്ട് PGN ടൂർണമെന്റ് വെണ്ണക്കര 2024 സീസണിൽ വിന്നിംഗ് ട്രോഫി ആട്ടാ. എന്താണ് ഗ്രൂപ്പ് B മത്സരത്തില് പറഞ്ഞ സമയം വന്നിട്ട് 16 മണിക്കൂറും 4 മിനിറ്റും ആട്ടാ ഈ ട്രോഫി. ഇത് സെക്കൻഡ് പ്രൈസ് ആട്ടാ ഈ ട്രോഫി. അതുപോലെ തന്നെ എന്താണ് സർട്ടിഫിക്കറ്റ്, ഇതിലെ നെയിം വന്നിട്ട് അസനാർ പള്ളിക്കുളം 14 മണിക്കൂറും അതുപോലെ 49 മിനിറ്റും ആട്ടാ. ഇനി ഒരു സേവ് PGN ആട്ടാ ഇത്. പിന്നെ ഇത് വന്നിട്ട് ഈ മോന്റെ കയ്യിലുള്ളത് ഫസ്റ്റ് പ്രൈസ് ആണ്. അതേപോലെ പാലക്കാട് പിരിയാരി PGN സൗഹൃദ കൂട്ടായ്മ 2024 സീസണിൽ തന്നെയാണ്. അപ്പോ ഇതൊക്കെയാണ് ഈ സീസണിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. 2024 സീസണിൽ കിട്ടിയിട്ടുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ബ്രദേഴ്സ് ടൂർണമെന്റ് കമ്മിറ്റി 2024 സീസണിൽ സമ്മാനിച്ച മൊമെന്റ് ആണ്. 9th പ്രൈസ് ആണ് ഇത്. 14 മണിക്കൂറും 49 മിനിറ്റും ആണ്. അതിൽ പേരെ മെൻഷൻ അസനാർ പള്ളിക്കുളം. അത് അനിയന്റെ പേരാണ് അസനാർ പള്ളിക്കുളം. 3 പന്തയം ഒന്നിച്ചാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. 3 പന്തയം നേരത്തെ പറഞ്ഞതല്ലേ. സേവ് PGN ബ്രദേഴ്സും വെണ്ണക്കരയും അങ്ങനെ അതിൽ 3 നമുക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് അത് ആ ട്രോഫി കാര്യങ്ങളൊക്കെ. വീണ്ടും സർട്ടിഫിക്കറ്റ് ഉണ്ട്. നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ സാധാരണ ഈ പേപ്പറിലുള്ളതല്ല, ഇത് കറക്റ്റ് മൊമെന്റോ ലെവലിൽ ചെയ്തിരിക്കട്ടെ. സർട്ടിഫിക്കറ്റ് നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വന്നിട്ട് സദ്ദാം കുഞ്ഞു പള്ളിക്കുളം ഇതാണ് ട്ടാ. ഇതിപ്പോ കാണിച്ചുതരാം. സദ്ദാം കുഞ്ഞു പള്ളിക്കുളം ട്ടാ. 2024 ഗ്രൂപ്പ് B മത്സരത്തില് 16 മണിക്കൂറും 4 മിനിറ്റും. അപ്പോൾ ഇതിൽ സംഭവം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. പ്രാവിനെ പറത്തുന്ന ആൾക്കാരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ കുഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ആളും പിന്നെ ആരെങ്കിലും ഉണ്ടാകുന്ന അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടാണ് ഇവർ അത്യാവശ്യം നല്ല സമയം കാര്യങ്ങളും പിന്നെ നല്ല ഹാർഡ് വർക്കും ചെയ്തിട്ടാണ് കേട്ടോ ഇത്രയും സമയം കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി ഇവരുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോൾ സ്റ്റെപ്പ് 1 ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ 16 മണിക്കൂറായിട്ട് നിന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലേക്കാണ് ഇവരുടെ സമയം ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പിന്നെ സീസണിൽ കമ്മിങ് സൂൺ എന്ന് അറിയില്ലേ, അതുപോലെ നമുക്ക് 2025 സീസണിൽ നമുക്ക് ഇവരുടെ വീഡിയോ എടുക്കാൻ എന്തായാലും തീർച്ചയായിട്ടും പറ്റും. അത് ഏകദേശം ഒരു 17, 18, 19 മണിക്കൂർ അതിന്റെ മേലേക്ക് ആവാനാണ് ചാൻസ് കൂടുതൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോഫ്റ്റ് ചിലപ്പോൾ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഫ്റ്റ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ഇവർക്ക് സമയം കിട്ടുന്ന അസനാരുമായി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ പ്രാവുകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, വീണ്ടും നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മൊത്തത്തിൽ പ്രാവിനെ കാണിക്കാനുള്ളൊരു സന്ദർഭമില്ല. എന്താ വെച്ചാൽ ഇവിടെ ഷെഡിന്റെ കുറച്ച് പരിമിതികളുണ്ട്. ഷെഡ് ഇല്ലാത്തൊരു ലോഫ്റ്റാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നും നല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ പറന്ന പ്രാവുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ആ പറന്ന പ്രാവുകളെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 16-4 പറഞ്ഞ പ്രാവ്. ഇത് മെയിലാ ഫീമെയിലാ? മെയിലാണ്. എത്ര വയസ്സുണ്ട് ഇതിന്? ഇതിനൊരു 2 വയസ്സായിട്ടുണ്ട്. 2 വയസ്സായ പ്രാവാണ്. നമ്മൾ പോയ പോലെ ഇതിനൊക്കെ ഒരു 10-12 മണിക്കൂർ പറപ്പിച്ച് നിർത്തിയ പ്രാവാണ്. കൂടുതലായിട്ട് പറപ്പിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊല്ലം പറപ്പിച്ചത്. ആഴ്ചപ്പന്തയിൽ ഒരു 7:34 പറഞ്ഞിട്ടുണ്ട്. 7:45 7:45 പറഞ്ഞിട്ടുണ്ട് പ്രാവ്. പിന്നെ നമ്മൾ ടൂർണമെന്റിക്ക് ബേസ് ചെയ്ത് പ്രാവ് നമ്മുടെ സന്ദർഭത്തിന് ഇതായില്ല. ഇതിന്റെ തുണപ്രാവ് ഒപ്പം പറഞ്ഞ പ്രാവ് പോയോല്ലം പറഞ്ഞ പ്രാവ് തന്നെയാണ്. നമ്മുടെ പോയോല്ലോ നമ്മുടെ അഭിമാനം കാത്ത പ്രാവാണ്. ഇക്കൊല്ലവും നമ്മുടെ ഏരിയ പന്തയത്തിലും നമ്മുടെ ടൂർണമെന്റിലും ഒക്കെ ആ പ്രാവ് തന്നെയാണ് നമുക്ക് മുന്നിൽ നിന്നത്. ആ പ്രാവിനും കൂടി 2 വയസ്സല്ലേ? 2 വയസ്സ്. അത് 2 വയസ്സായിട്ടുള്ള മെയിലാട്ടാ. കറുപ്പ് ചെയ്യാണ്ടതിനുള്ളത് 2 വയസ്സായിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഇതാണ് ഇവർക്ക് 16 സംതിങ് പറന്ന പ്രാവ് ഈ സീസണിൽ. കഴിഞ്ഞ വർഷം ഈ പ്രാവിന്റെ വീഡിയോ മൂപ്പരെടുത്തതിൽ ഉണ്ട്. ഇത് ഫീമെയിലോ മെയിലോ? ഫീമെയിൽ. ഇത് ഫീമെയിൽ, ഇത് മെയില്. ഇതിന് എത്ര സമയം പറഞ്ഞത്? ഇത് 11 മണി, അത് 14. കറക്റ്റ് 16 മണിക്കൂർ അത് പറന്ന് പ്രാവ് ഇരുന്നു. ഇത് ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ പ്രാവിനെ ഇരുത്തിയത്. ഈ പ്രാവിനെ നമ്മള് വെറും 6 മണിക്കൂറേ പറപ്പിച്ചിട്ടുള്ളൂ. ഈ പ്രാവ് ഇത് 6 മണിക്കൂർ കഴിഞ്ഞ വർഷം പറഞ്ഞ പ്രാവാണ്. 6 മണിക്കൂർ പറന്നിട്ടാണ് ഈ പ്രാവിന് മത്സരം വിടുന്നത്. പിന്നെ നേരെ വരുന്നത് 16 മണിക്കൂർ. അപ്പൊ മച്ചാമായ ഇത് വന്നിട്ട് 6 മണിക്കൂർ പറഞ്ഞൊരു മെയിൽ പ്രാവ് അല്ല ഫീമെയിൽ പ്രാവാണ് കേട്ടോ. അതിനുശേഷം ഈ പ്രാവ് ടേണില് ഇവരുടെ മത്സരത്തിന് 16 മണിക്കൂർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് കറക്റ്റ് 16 മണിക്കൂർ
പറഞ്ഞ് നമ്മള് അതിന് മുമ്പ് പറഞ്ഞ പ്രാവശ്യം നമ്മള് അത് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റ് 16:4. ഓക്കെ 4 മിനിറ്റ് 4 മിനിറ്റ് പ്രാവ് ഇരുന്നു. നമ്മൾ വന്ന് പ്രാവ് മേലെ പോയി, പ്രാവ് പോയി. നമുക്ക് ഈ പ്രാവിനെ കുറച്ച് വിശ്വാസം കമ്മി ഉണ്ടായിരുന്നു. ഈ പ്രാവാണ് നമ്മുടെ എല്ലാം ആയത്. ഈ പ്രാവ് ഇരുന്നാ പിന്നെ ഈ പ്രാവ് മിസ്സാകരുത്, ആ സമയം മിസ്സാകരുത് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാവ്. ഇതിന് ഏജ് സെയിം തന്നെയാണ്. ഏജ് 2 വയസ്സായി പ്രാവ്. ഒരു ടൂർണമെന്റ് 14-49 3 ടൂർണമെന്റ് പറഞ്ഞ സേവ് പിജിയന് ബ്രദേഴ്സ് PDPT വെണ്ണക്കര അതിന്റെ 3 ടൂർണമെന്റ് ഒരു ദിവസം വിട്ടിട്ടുണ്ടായിരുന്നത്. ആ ടൂർണമെന്റില് പറന്ന പ്രാവ് കൂടെ പറന്ന പ്രാവ് ഇതാണ്. ഇത് 8:40 പ്രാവിരുന്നു. ഈ പ്രാവ് ഇരുത്തി നമ്മൾ ഈ പ്രാവിനെ ഒരു ചെറിയ വിശ്വാസം ഇതിന്റെ കാരണം പന്തയം പോണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വാസം കമ്മി കുറച്ചുണ്ടായിരുന്നു. നമ്മൾ ആ പ്രാവിനെ കൂടുതൽ ട്രെയിനിങ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു വേറൊരു പ്രാവ് സൂപ്പറിൽ ഒരു പ്രാവാണ് പോയ വീഡിയോയില് പ്രാവിനെ ഉണ്ടാവും, ഒരു ഡബിൾ കണ്ണിൽ ഒരു സൂപ്പറിൽ ആ പ്രാവാണ്. 16 മണിക്കൂർ ഞാൻ ആ പ്രാവ് പറന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രാവ് തന്നെയാണ് പറഞ്ഞത്. 14:49 പറഞ്ഞത്. ആ പ്രാവ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സമയത്ത് നഷ്ടപ്പെട്ടു. പ്രാവ് വന്നില്ല. രാവിലെ ഇവിടെ എന്തോ കൊണ്ടുപോയെന്നാണ് ഒരു സംശയം. ഞാൻ എന്താ അറിയില്ല. ആ പ്രാവ് നഷ്ടപ്പെട്ടു. അതിന് സപ്പോർട്ടായിട്ട് ഈ പ്രാവാണ് പറഞ്ഞത്. ഒരു വഴികാട്ടി. നമ്മള് 16:4 പറക്കുമ്പോഴും ഈ പ്രാവും നമ്മുടെ വിശ്വാസമുള്ള പ്രാവും പാടെയാണ്. 2 പ്രാവിൽ ഒരു പ്രാവ് ഒരു ബേർഡ് ഇതുണ്ട്. ഒരു ബേർഡ് ഇതുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞുള്ള സമയം 16 മണിക്കൂർ 4 മിനിറ്റ് റെക്കോർഡ്. ഇപ്പൊ നിലവിലുള്ള റെക്കോർഡ് ചാമ്പ്യൻ ഇതാണ്. നിങ്ങൾ ഓട്ടുമ്പോൾ ഈ സമയം പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് ചാമ്പ്യൻ ഇതാണ് 16:4. 16:4. അപ്പൊ 2 വയസ്സായില്ലോട്ടെ ഈ മെയിലിന്. 2 വയസ്സിൽ ഈ പ്രാവ് കവർ ചെയ്തത് 16 മണിക്കൂറും 4 മിനിറ്റുമാണ്. അതുപോലെ എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടെ വേറെ പ്രാവുകൾ ഇതിലെ 2 വയസ്സിലൊക്കെ പറക്കണ ആ ഫീമെയിൽ പ്രാവിനും സപ്പോർട്ടായിട്ട് ഈ പ്രാവ് നിന്നത്. പിന്നെ 14 ചില്ലാനും പറന്ന പ്രാവിലും ഈ പ്രാവ് തന്നെയാണ് സപ്പോർട്ട് നിന്നത്. ഇതിനിപ്പോ അടുത്ത പ്രാവശ്യം ടൂർണമെന്റ് നടക്കും ഈ പ്രാവ്. ഇപ്പം പ്രാവ് ചിറകിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ കയ്യിൽ നിന്ന് വിട്ടാൽ ഈ പ്രാവ്. അപ്പൊ സാധാരണ എടുത്തു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ടൂർണമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പ്രാവിനെ ഇത് ചിറകൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരതൊന്നും ചെയ്തില്ല. ഇവരുടെ വീട് കയ്യിൽ നിന്ന് വിട്ടാൽ മാത്രമാണ് പറക്കുള്ളൂ എന്നാണ് പറയണത്. അപ്പൊ ഇതിന്റെ പേരൻസിനെ കാണിക്കാം. ആ ഇതിനൊക്കെ എത്ര ഏജ്? 8 വയസ്സോളായി. ഫീമെയില് ഒരു 5 വയസ്സോളായി. 5 വയസ്സ്. ഇതിന് ഒറ്റ കുഞ്ഞനാണ് ഉള്ളത്? അല്ല, 3-4 കുഞ്ഞുങ്ങളാണ്. ഇതിങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ടല്ലോ, അതെന്താ സംഭവം? അത് അതിന്റെ എന്താണ് പറയാ, നമ്മള് ഷിവറിംഗ് പ്രാവുകൾ പൊതുവെ കേട്ടിട്ടുണ്ട്, കുറച്ച് അഗ്രസീവ് ആയിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും പറയുന്നത്. അത് ഇവര് ഈ പ്രാവ് വിട്ടാൽ തന്നെ അടിച്ചിട്ട് മേലൊക്കെ പോകും. നിലത്ത് നമ്മൾ ചിറകിട്ടിട്ട് ആ പ്രാവ് അടിച്ച് മേലൊക്കെ ചിറകടിച്ച് സാധാരണ ഒരു പ്രാവ് അടിച്ചതിന് താഴത്തേക്ക് അങ്ങനെയാണ് ആ പ്രാവിന്റെ ഒരു. അതെ അതെ. അതുപോലെ അസനാക്ക, ഈ ബേർഡ് വന്നിട്ട് നിങ്ങള് മാമ കീപ്പ് ചെയ്യുന്ന ലൈനിന്റെ ഇതാണോ? മെയില് വന്നിട്ട് നമ്മുടെ പ്രാവാണ്. ഈ ഫീമെയില് നമ്മുടെ ഒരു വേറൊരു പ്രാവുണ്ട്, അതിന്റെ കുഞ്ഞാണ്. അപ്പൊ അതിന്റെയും മാമാന്റെയും ലൈനേജ് പെട്ട ഒരു കുഞ്ഞാണ്. നിങ്ങളൊരു ബേർഡും മാമാന്റെ ഒരു വന്നിട്ടുള്ള കുഞ്ഞാണ്. അപ്പൊ അതിന് ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഇതാണ് ആ ബേർഡ്. ഇത് നമ്മുടെ മാമാന്റെ പ്രാവാണ്. ഇപ്പൊ അവിടെ 29 ഒക്കെ പറഞ്ഞത് 29 പറഞ്ഞ 30ന്റെ അല്ല 33ന്റെയും വഴിക്ക് ഇത് വരും. അപ്പന്റെ വഴിക്ക് ഇത് വരും. 29 പറഞ്ഞ അമ്മന്റെ 29 പറഞ്ഞ അമ്മന്റെ വഴിക്കും വരും. ആ മഞ്ഞക്കണ്ണ് വഴിക്കുള്ളതും വരും. പ്രേതം വരില്ല, പ്രേത ലൈനേജ് വരില്ല. അതിന് ആ മഞ്ഞക്കണ്ണ് പെട്ട കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മഞ്ഞക്കണ്ണ് പെട്ടന്റെ ലൈനിൽ വരുന്ന പ്രാവുന്നത്. അപ്പൊ 33 ഉള്ള ഒരു പ്രാവിന്റെ വഴിയാണ് 29 പറഞ്ഞ വഴിന്റെ പ്രാവുമാണ്. അങ്ങനെയുള്ള 2 ലൈനേജും ഈ ഒരു പ്രാവില് വരുന്നുണ്ട്. അപ്പൊ മച്ചന്മാരെ, മഴയുടെ പ്രശ്നമായിട്ട് നമ്മളിപ്പോ ഏകദേശം കുറച്ച് വീടിനെ മാത്രമാണ് കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോ മഴ ആയതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച സനാർക്കാക്കും സദാംകാക്കും നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നാച്ചുറൽ ലൈഫിന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് 2 വാക്ക് നമുക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞാൽ, നമ്മളെ പോയ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളോട് വിളിച്ച് പ്രാവുകൾ പറഞ്ഞത് വീഡിയോ നന്നായിട്ട് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ നമുക്ക് നമ്മുടെ പ്രാവ് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൊടുക്കാനായിട്ടല്ല പ്രാവ് വളർത്തുന്നത്. വീഡിയോ കാണുന്നവർക്ക് വിളിച്ച് പറഞ്ഞവർക്കും അറിയാം, കൊടുക്കാനായിട്ടല്ല പ്രാവ് വളർത്തുന്നത്. പ്രാവ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വന്ന് നമ്മുടെ പ്രാവുകളെ നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ പ്രാവ് കൊടുക്കുള്ളൂ. ഇല്ലാണ്ട് ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ പ്രാവ് അയച്ചു തരുമോ, ഫോട്ടോ അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പ്രാവ് കച്ചവടത്തിന് എല്ലാ പ്രാവ് വളർത്തുന്നത്, പറപ്പിക്കാനായിട്ടാണ് കുഞ്ഞെടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ പ്രാവ് എടുക്കുന്നത്. കച്ചവടത്തിനായിട്ടുള്ള ഒരു ഇതില്ല.
ഇത്രയും പ്രാവുകളെ കാണിച്ചു തരുന്നുണ്ട്. എന്നാലാണ് ഈ ഒരു വീഡിയോയിൽ വരുമ്പോൾ ആൾക്കാർക്ക് ഒരു കൗതുകം ഉണ്ടാവുള്ളൂ വീഡിയോ കാണാൻ. നമ്മുടെ സംസാരം മാത്രമാകുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകും. പ്രാവുകളെ കാണാനാണ് ആൾക്കാർ വീഡിയോ കാണുന്നത്. അപ്പോൾ ഈ മഴൻ്റെത് കാരണം കൊണ്ട് നമ്മുടെ പഴയ വീഡിയോത്തിലുള്ള പ്രാവുകൾ തന്നെ, അതിൽ വേറെ മാറ്റം വന്നിട്ടില്ല. ഒരു പ്രാവ് പുതിയത് വന്നിട്ടില്ല. പഴയുള്ള പ്രാവുകൾ അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഉള്ളൂ. വേറെ ഒരു പ്രാവുകൾ മാറ്റം വന്നിട്ടില്ല. നമ്മളെല്ലാവരും എന്താണ് പറയാ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറവ ഇനിയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പറവ ഇനിയും കൂടട്ടെ എന്നുള്ള ലെവലിൽ നമ്മളിപ്പോ ഉള്ള ഒരു ഇത് ചെയ്യുക. അത്രേ ഉള്ളൂ. നമുക്ക് പറയാനുള്ളത് മാമാക്കുള്ള ഒരു നന്ദി തന്നെ പറയാനുള്ളൂ. നമ്മളെ അതുവരെ എത്തിച്ചതിലും ഇപ്പൊ ഈ മാമാന്റെ പറയാനുള്ളതിലും നമുക്ക് വലിയ സന്തോഷം. ഇക്കൊല്ലം നമുക്ക് 2 സന്തോഷം ഇരട്ടി മധുരം ഉണ്ടായത് നമുക്ക് മാമാന്റെ ആ ഒരു കാര്യം തന്നെയാണ്. ടൈമിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാമാക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും നന്ദി. നമ്മളും കൂടി പറയണു. എന്താണ് പറയാ, സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. ആ ഒരു പറവ കിട്ടാന്, ആ പ്രാവ് ഇറങ്ങുമ്പോ നമ്മുടെ കണ്ണിൽ കൂടെ എന്താണ് പറയാ വെള്ളം വന്നില്ല എന്നുള്ളൂ. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നുണ്ട്. അത്രയും വലിയൊരു സമയം കിട്ടിയതില്. അപ്പൊ അതിന് ഇനിയും അടുത്ത കൊല്ലവും നമ്മുടെ മാമാക്ക് ആ ഒരു വിജയം ഉണ്ടാകട്ടെ. അടുത്ത കൊല്ലം പ്രാവുകൾ പറക്കട്ടെ, നമ്മുടെയിലും പറക്കട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഹായ് മച്ചാമാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുകളിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പാലക്കാട് എന്ന നാടിനെയും ഇവിടത്തെ കുറച്ച് പ്രാവു രാജാക്കന്മാരെയും അവരുടെ പ്രാവു ജീവിതത്തിലെ അനുഭവങ്ങളെയും ഒരു കുഞ്ഞു വീഡിയോ രൂപത്തിൽ നാച്ചുറൽ ആൻഡ് ലൈഫ് എന്ന യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചത് തന്നെ ഈ പറയുന്ന ആളുകൾ കാരണം തന്നെയാണ്. പാലക്കാട്ടെ അപ്പനെന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ശേഖരേട്ടനും, കഞ്ചിക്കോട്ടെ നാഗരാജേട്ടനും, പിന്നെ ദിനേശേട്ടനും, പേഴുങ്കരിയുടെ സുൽത്താൻ ഇബ്രാഹിമിക്കയും അങ്ങനെ നീണ്ടുപോകുകയാണ്. ഇനിയും അറിയപ്പെടാത്ത ഒരുപാട് പ്രാവുരാജാക്കന്മാർ പാലക്കാടിൻ്റെ വിരിമാറിലുണ്ട്. നിങ്ങളുടെ ഒരു കമൻറ്റ് മാത്രം മതി നമുക്ക് അവരെയും ഇവിടെ എത്തിക്കാം. ഇനി സീസണാവാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പറവയുടെ പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരെയും ബൈ.